50,000 കോടി രൂപയുടെ പ്രോജക്ട്സ് കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു വിഷാണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട രാമചന്ദ്രൻ സാർ പറഞ്ഞ പോലെ ഒരു മെഷീനറി അതിന് താഴെ ഉണ്ടാവണം. അതിൽ എത്ര ഇംപ്ലിമെന്റ് ചെയ്ത് എത്ര ബാക്കിയുണ്ട്, ഈ വർഷത്തെ നീഡ് എന്താണ്, അതിനനുസരിച്ച് ഫണ്ട് അലോക്കേറ്റ് ചെയ്തു. അതെ, അലോക്കേറ്റ് ചെയ്തു. ഇതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം തിരുവനന്തപുരത്തിന്റെ കാര്യം എടുത്താൽ സംസ്ഥാനത്തിന്റെ ആകെ ബഡ്ജറ്റിൽ തിരുവനന്തപുരത്തിന് എന്ത് കിട്ടുന്നു? രണ്ട്, തിരുവനന്തപുരത്ത് എന്ത് വേണമെന്ന് തിരുവനന്തപുരത്തുകാർ തിരഞ്ഞെടുത്ത ഒരു കോർപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ട്, എനി ബോഡി. ഈ ബോഡി സമഗ്രമായിട്ട് തീരുമാനിച്ച് ആലോചിച്ചിട്ട് ഇന്ന പ്രോജക്ട്സ് ഇത്ര വേണം എന്ന് പറയാനുള്ള ഒരു മെഷീനറി, അതിനുള്ള ഒരു കഴിവുണ്ടാവണം, എന്നൊരു പ്രൊഫഷണലിസം ഉണ്ടാവണം. അങ്ങനെ ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു കോർപ്പറേഷൻ ഉണ്ട്, ഈ കോർപ്പറേഷൻ അറിയുന്നില്ല ഈ റോഡുകളിൽ എന്തൊക്കെ പണി നടക്കുന്നുണ്ടെന്ന്. ട്രിവാൻഡ്രം ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ട്, ട്രിഡേ ഉണ്ട്, കേരള റോഡ് ഫണ്ട് ബോർഡ് ഉണ്ട്, അപ്പുറത്ത് ജപ്പാൻ കൂടെ ഉണ്ട്. അവരൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ കുഴിക്കുകയാണ്. രാമേന്ദ്ര സാർ പറഞ്ഞ അതിനുള്ള പരിഹാരമാണ് അദ്ദേഹം പറഞ്ഞ ആ റിപ്പോർട്ടിലേക്ക്. അപ്പം ഈ കോർപ്പറേഷനോ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ബോഡി ഇവിടെ എന്ത് വേണമെന്ന് തീരുമാനിച്ച് എത്ര ഷെയർ വേണമെന്ന് ധനകാര്യമന്ത്രിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു ഫണ്ടോ അല്ലെങ്കിൽ അതിനനുസരിച്ച് മറ്റു സൗകര്യങ്ങളോ, അപ്പോൾ അതിനകത്ത് ഒരു ഇംപ്ലിമെന്റേഷൻ പ്ലാൻ ഉണ്ടാവണം, ഇത് ഒരു റോഡ് മാപ്പ് ഉണ്ടാവണം. ഈ വക കാര്യങ്ങളൊന്നുമില്ല. എല്ലാ വർഷവും കുറെ ഫണ്ട് വരുന്നു, ആരൊക്കെയോ പണി ചെയ്യുന്നു. ഇപ്പം നന്ദകുമാർ സാർ പോലെ വളരെ കറക്റ്റാണ്. JNNERM ഫണ്ടിൽ നിന്ന് ലോ ഫ്ലോർ ബസ് തിരുവനന്തപുരത്തിന്റെ ജനസംഖ്യ എനിക്ക് 120 ബസ്സാണ് എനിക്ക് കേന്ദ്ര ഗവൺമെന്റ് സൗജന്യമായിട്ട് തരുന്നതാണ് ഈ ഫണ്ടിൽ നിന്ന്. ഈ 120 ബസ്സിൽ 10 ഇവിടെ ഓടുന്നുണ്ട്. ഒരു മനുഷ്യനില്ല, തെക്കോടൊക്കെ ഇത് കിടന്ന് ഓടുന്നതല്ലാതെ ഒരു മനുഷ്യൻ അതൊക്കെ പോകാറില്ല. പിന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് ഒരു കമ്പനി ഫോം ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷനും മറ്റ് പാർട്ട്നേഴ്സും ചേർന്നാണ് ഇത് വരേണ്ടത്. ഇത് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിന്റെ ഒരു മോഡലായിട്ടാണ് ഇത് കേന്ദ്രം വിഭാവനം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് ഇത് അനാഥമായിട്ട് കിടന്ന അവസാനം KSRTC ഏറ്റെടുത്ത് ഓടിക്കുക, എന്നിട്ടുള്ള നഷ്ടം സഹിക്കുക. അപ്പം ഇത് സമഗ്രമായ ഒരു കാഴ്ചപ്പാട്. ഇത് ശരിക്കും പറഞ്ഞാൽ കോർപ്പറേഷന്റെ കാഴ്ചപ്പാടിൽ വരേണ്ടതാണ്. ഈ ബസ് ജനത്തിന് ഒന്ന് യാത്രാ സൗകര്യം, കുടിവെള്ളം, ഇങ്ങനെയുള്ള ഓരോ മേഖലകളും എടുത്തിട്ട് പ്രൊഫഷണലായിട്ട് കോർപ്പറേഷൻ ഒരു രാഷ്ട്രീയമായ ഒരു ബോഡി ഇരിക്കട്ടെ. പക്ഷെ അതിനപ്പുറം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും സമഗ്രമായിട്ട് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു അതോറിറ്റിയോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ സാറിനെ പോലെ വളരെ ഉന്നതനായ ഒരു IAS ഓഫീസർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിൽ ഈ അതോറിറ്റി ഒരു മിനിമം ഒരു 10 കൊല്ലം വർക്ക് ചെയ്ത് സമഗ്രമായ കാഴ്ചപ്പാടോടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ പദ്ധതികളൊക്കെ നടക്കും. ഇല്ലെങ്കിൽ ഇത് വീണ്ടും It's an important point that you have made, namely that the city corporations' organizational capacity and professional capacity should be strengthened. It should be empowered. It doesn't mean that it should itself do. It can ask you to do, can ask another company to do. But at present it lacks totally empowerment and organization. In the next 10 to 15 years, as I pointed out in the report, enormous amount of money is going to be available. He also pointed out. In order to absorb it, we have to immediately attend to it. Prepare urban projects. You prepare 20, 30 professionally, maybe 10 are accepted. But nevertheless, it should be necessary to prepare proper projects. And after having prepared proper project professionally, you ought to have special purpose vehicle for each project, whether it is in IT, water, roads, or anything separately. They need not be necessarily under government. They can be under corporation, let it be joint, as you said. Private bodies also can be brought in. So the city corporation will be required to play, under the guidelines of Government of India, a very important role. Now corporations like Chennai, Bangalore, Ahmedabad have been empowered, but it has not happened here. It should, Cochin also it has not happened. Immediately it should happen here. why it's not happening? Why? Generally, though, there is decentralization, full empowerment for this. Organizational capacity is not there. As you said, there are old people are there. You ask them to prepare a project, they cannot prepare a project. You ask them to monitor a project, they cannot monitor a project. Yes. Before amendment, Veerappa Moily report